ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ലെഞ്ചോ ആസ്ക്ഡ് ഫോർ 100 pesos ഫ്രം ഗോഡ്. ലെഞ്ചോ ഗോഡിനോട് എത്ര രൂപ ചോദിച്ചു? 100 pesos അല്ലേ. ബട്ട് ഹി റിസീവ്ഡ് ഓൺലി 70 pesos. പക്ഷേ അവൻ എത്ര രൂപയാണ് തിരിച്ചു കിട്ടിയത്? യെസ്, ഓൺലി 70 pesos. ഹി ഡിസൈഡ്സ് ടു ആസ്ക് ഫോർ 30 pesos ഫ്രം ഹിസ് അങ്കിൾ. അപ്പോൾ അവൻ എന്ത് തീരുമാനിക്കുകയാണ്? അങ്കിളിനോട് ഒരു 30 pesos ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. റൈറ്റ് ഡൗൺ ലെഞ്ചോസ് ലെറ്റർ ടു ഹിസ് അങ്കിൾ ഹു ലീവ്സ് ഇൻ എ വില്ലേജ് നിയർ ബൈ. അപ്പോൾ എന്താണ് ലെഞ്ചോ ആ കാര്യം ചോദിച്ചുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന അവൻ്റെ അങ്കിളിന് ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്റർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ലെറ്റർ എഴുതുമ്പോൾ? യെസ്, പ്ലേസും ഡേറ്റും എഴുതണം അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് എഴുതുക, അതുപോലെ ഡേറ്റും എഴുതുക. ദെൻ സെലൂട്ടേഷൻ ആണല്ലേ. ഇവിടെ ആർക്കാണ് കത്ത് എഴുതുന്നത്? അതെ, അങ്കിളിനാണല്ലേ. സോ നമുക്ക് എഴുതാം ഡിയർ അങ്കിൾ. ദെൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യെസ്, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. സുഖമല്ലേ? നിങ്ങൾക്ക് സുഖമല്ലേ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഐ ആം ഇൻ അർജൻറ്റ് നീഡ് ഓഫ് 100 pesos. എനിക്ക് എന്താണ് ഒരു 100 pesosൻ്റെ അത്യാവശ്യമുണ്ട്. ഐ പ്രേ ടു ഗോ ടു ഗിവ് മീ ദ മണി. ഞാൻ എന്താണ് അതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗോഡ് ഹേർഡ് മൈ പ്രെയർ ബട്ട് ഐ ഗോട്ട് ഓൺലി 70 pesos. ഗോഡ് എന്താണ് എൻ്റെ പ്രാർത്ഥന കേട്ടു, ബട്ട് ഐ ഗോട്ട് ഓൺലി 70 pesos. പക്ഷെ എനിക്ക് എന്താണ് ആകെ 70 pesos കിട്ടിയിട്ടുള്ളൂ. മേ ഐ റിക്വസ്റ്റ് യു അങ്കിൾ ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. അപ്പോൾ ഞാൻ എന്താണ് അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ ആവശ്യമൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വുഡ് യു പ്ലീസ് സെൻഡ് മീ 30 pesos ആസ് ഏർലി ആസ് പോസിബിൾ. വുഡ് യു പ്ലീസ് സെൻഡ് മീ, അതായത് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലേ. വുഡ് യു പ്ലീസ് സെൻഡ് മീ, ദയവ് ചെയ്തിട്ട് എനിക്കൊരു 30 pesos ഉടനെ തന്നെ അയച്ചു തരണം. ഐ ഹോപ്പ് ടു റിട്ടേൺ ഇറ്റ് വിത്തൗട്ട് ഡിലേ. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് വളരെ വൈകാതെ തന്നെ ആ പൈസ തിരിച്ച് അയച്ചു തരുന്നതാണ്. യുവേഴ്സ് ലവിംഗ്ലി ലെഞ്ചോ. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലൊരു ലെറ്റർ എഴുതാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് യസുക്കി ചാൻ ഓൺ ദ ഡേ ഹി ക്ലൈംബ് ദ ട്രീ. എന്താണ് യസുക്കി ചാൻ മരത്തിൽ കയറിയ ആ ദിവസത്തെ ഡയറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഡേറ്റ് എഴുതാമല്ലേ. ഡയറി എഴുതുമ്പോൾ യെസ്, ഡേറ്റ് ഫസ്റ്റ് നമുക്ക് എഴുതാം. 21st January 2020. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എത്ര മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതല്ലേ. ഡിഡിൻ എവർ തിങ്ക് ഐ കുഡ് ക്ലൈംബ് എ ട്രീ ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിലൊരു മരം കയറാൻ സാധിക്കുമെന്ന്. ഫോർ എവറിത്തിങ് ഐ ആം താങ്ക്ഫുൾ ടു മൈ ലിറ്റിൽ ഡിയർ ഫ്രണ്ട് ടോട്ടോ ചാൻ. ഇതിനെല്ലാം ഞാൻ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? എൻ്റെ കൊച്ചു കൂട്ടുകാരനായ ടോട്ടോ ചാനോടാണ്. വിത്തൗട്ട് ഹെർ ഹെൽപ്പ് ഐ കുഡ് ഹാവ് ഡൺ നത്തിങ്. അവളുടെ സഹായമില്ലെങ്കിൽ എനിക്കിതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇറ്റ് ഈസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ. ഇതൊരിക്കലും മറക്കാനാവാത്തൊരു ദിനമായിരുന്നു. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. ഇതൊക്കെ ആയിരിക്കില്ലേ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ഇതുപോലൊരു ഡയറി എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് യസുക്കി ചാൻ ഓൺ ദ ഡേ ഹി ക്ലൈംബ് ദ ട്രീ. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഇൻസിഡൻസ് ഇൻ ദ സ്റ്റോറി ദ മിറർ ആർ ഗിവൺ ബിലോ ഇൻ ദ റോങ് സീക്വൻസ്. റീഅറേഞ്ച് ദം ഇൻ റൈറ്റ് ഓർഡർ. എന്താണ് ദ സ്റ്റോറി ദ മിറർ എന്ന സ്റ്റോറിയിലെ ഇവൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? ജംബിൾഡ് ഓർഡറിലാണല്ലേ. അത് നമ്മളോട് റൈറ്റ് ഓർഡറിലാക്കിയിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ സെൻറ്റൻസായി വായിച്ച് നോക്കാം. ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ക്വാറൽ. എന്താണ് ഫിഷർമാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്താണ് വഴക്കുണ്ടാക്കിയല്ലേ. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദർ ഹു വാസ് ഡെഡ്. അവൻ എന്താ ചിന്തിച്ചത്? അവൻ്റെ മരിച്ചുപോയ അച്ഛനായിരുന്നു അതെന്നാണ്. എ ഫിഷർമാൻ ഗോട്ട് എ മിറർ ഫ്രം ദ സീഷോർ. മൂന്നാമത്തെ ഇവൻ്റ് എന്താണ്? എ ഫിഷർമാൻ ഗോട്ട് എ മിറർ ഫ്രം ദ സീഷോറിൽ നിന്ന് ഫിഷർമാൻ ഒരു മിറർ കിട്ടി. ദെൻ ഫോർത്ത് ദ മിറർ ഫെൽ ഡൗൺ ആൻഡ് വാസ് ബ്രോക്കൺ ഇൻ ടു പീസസ്. ദ മിറർ എന്താണ് നിലത്ത് വീണ് പല കഷ്ണങ്ങളായിട്ട് പൊട്ടി പല കഷ്ണങ്ങളായി അല്ലേ. ദ ഫിഷർമാൻസ് വൈഫ് തോട്ട് ഇറ്റ് വാസ് ഹെർ മദർ. ഫിഷർമാൻ്റെ വൈഫ് എന്താ ചിന്തിച്ചത്? അത് അവളുടെ അമ്മയായിരുന്നെന്ന്. ദെൻ സിക്സ്ത് ഇവൻ്റ് എന്ന് പറയുന്നത് ഹി സോ ഹിസ് ഇമേജ് ഓൺ ഇറ്റ്. അവൻ്റെ ഇമേജ് അതിൽ കണ്ടു. ദെൻ 7 ഹി ഷോഡ് ഹിസ് വൈഫ് ദ മിറർ. അവൻ്റെ ഭാര്യയെ മിറർ കാണിച്ചു കൊടുത്തല്ലേ.
അപ്പോൾ കൂട്ടുകാരെ നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് ഇവൻറ്റ്സ് എങ്ങനെയാണ്? ജംബിൾഡ് ഓർഡറിലാണ്. നമുക്കത് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ഇവൻ്റ് ഏതായിരിക്കും വരിക? ഫസ്റ്റ് ഇവൻ്റ് ഏതാണ്? യെസ്, എ ഫിഷർമാൻ ഗോട്ട് എ മിറർ ഫ്രം ദ സീഷോർ. സീഷോറിൽ നിന്ന് ഫിഷർമാൻ ഒരു മിറർ കിട്ടി. ദെൻ സെക്കൻഡ്, he saw his image on it. He saw his image on it. Then third, he thought it was his father who was dead. Then fourth എന്താ വരുന്നത്? He showed his wife the mirror. Then fifth, the fisherman's wife thought it was her mother. Then sixth എന്താണ്? Yes, the fisherman and his wife quarreled. Then last, yes, the mirror fell down and was broken into pieces. എളുപ്പവലിയൊരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ തന്നെയാണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. അമ്മു ആൻഡ് അരുൺ വിസിറ്റഡ് ദെയർ ഫ്രണ്ട് അനുരാഗ്. അമ്മു അരുണും അവരുടെ ഫ്രണ്ടായ അനുരാഗിനെ വിസിറ്റ് ചെയ്തല്ലേ. ഹി ലിവ്സ് ഇൻ എ വില്ലേജ്. അവൻ എവിടെയാണ് താമസിക്കുന്നത്? ഒരു ഗ്രാമത്തിലാണല്ലേ. ദ പിക്ചർ ഓഫ് ഹിസ് ഹൗസ് ഈസ് ഗിവൺ ഹിയർ. വീടിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ പിക്ചർ. നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. അനുരാഗ് ലിവ്സ് ഇൻ എ ഹോം ഇൻ എ ബ്യൂട്ടിഫുൾ വില്ലേജ്. അനുരാഗ് താമസിക്കുന്ന വീട് എവിടെയാണ്? ഒരു മനോഹരമായൊരു ഗ്രാമത്തിലാണ്. ദർ ഈസ് എ ജാക്ക് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിന് മുന്നിലായിട്ട് എന്തുണ്ട്? ഒരു ജാക്ക് ട്രീ ഉണ്ടല്ലോ, അതായത് ഒരു പ്ലാവുണ്ട്. ദർ ഈസ് എ ലേക്ക് ജസ്റ്റ് ബിഹൈൻഡ് ദ ഹൗസ്. ദെൻ എന്താണ്? വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് എന്തുണ്ട്? ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകമുണ്ട്. വി ക്യാൻ സീ ദ സൺ സെറ്റിംഗ് ബിയോണ്ട് ദ ഹിൽസ്. ദെൻ ദർ ആർ മെനി ട്രീസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ പുറകിലായിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അതൊരു ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഡിറ്റിംഗ് ആണല്ലേ. Edit the following passage. At another day, the lion was caught in a net by a hunter. The mouse came there and cut the net. Thereafter, and the mouse and the lion became friends. ഇവിടെ ഫേസ്റ്റ് നോക്കൂ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? അറ്റാണല്ലേ. അവിടെ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ആണോ വരേണ്ടത്? അല്ല, ഓൺ അനദർ ഡേ അല്ലേ വരേണ്ടത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? ഓൺ. ദെൻ ബി നോക്കൂ, ക്യാച്ച് ആണല്ലേ നൽകിയിട്ടുള്ളത്. ക്യാച്ച് ഇൻ എ നെറ്റ് ബൈ എ ഹണ്ടർ എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രസൻറ്റ് ഫോമിലാണ് വരുന്നത്. അത് പാസ്റ്റ് ഫോമിലേക്ക് എഴുതണ്ടേ. ക്യാച്ചിൻ്റെ പാസ്റ്റ് എന്താണ്? യെസ്, കോട്ട് ആണല്ലേ. എന്താണ്? കോട്ട്. അപ്പം ബി വരുന്നത് എന്താണ്? കോട്ട്. ദെൻ ദ മൗസ് കം ദർ. അവിടെ എങ്ങനെയാണ് വരേണ്ടത്? യെസ്, കെയിം ദർ എന്നല്ലേ. ഇവിടെ എങ്ങനെയാണ്? കെയിം ദർ. ആൻഡ് കട്ട് ദ നെറ്റ്. ദർ ആഫ്റ്റർ ഡി എന്ന് നൽകിയിട്ടത് എന്താണ്? ആൻഡ് മൗസ് ആൻഡ് ദ ലയൺ. നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? യെസ്, ദ മൗസ് ആൻഡ് ദ ലയൺ. ദ മൗസ് ആൻഡ് ദ ലയൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ പാസേജ് എഡിറ്റ് ചെയ്യാൻ തന്നാൽ ഇതുപോലെ എഡിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം യസുക്കി-ചാൻ എവർ ക്ലൈംബ് അപ്പ് എ ട്രീ. എന്താണ്? ആദ്യമായിട്ട് അവസാനമായിട്ടും യസുക്കി-ചാൻ എന്താണ്? ഒരു മരത്തിൽ കയറിയല്ലേ. ഹി വാസ് വെരി ഹാപ്പി. അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. ഓൺ ദ വേ ബാക്ക് ഹി ഡിസൈഡ് ടു ടെൽ എവറിത്തിങ് ടു ദ ഹെഡ് മാസ്റ്റർ. പോരുന്ന വഴിക്ക് അവൻ എന്ത് തീരുമാനിച്ചു? എല്ലാ കാര്യങ്ങളും ഹെഡ് മാസ്റ്ററോട് പറയണമെന്ന് തീരുമാനിച്ചു. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ യസുക്കി-ചാൻ ആൻഡ് ദ ഹെഡ് മാസ്റ്റർ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. എന്താണ് കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? യസുക്കി-ചാനും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് യസുക്കി-ചാൻ എന്താണ് പറയുന്നത്? ഗുഡ് ഈവനിങ് സർ. ഹെഡ് മാസ്റ്റർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഗുഡ് ഈവനിങ് യസുക്കി. ഇറ്റ് സീംസ് ദാറ്റ് യു ആർ വെരി ഹാപ്പി. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയണ നിന്നെ കണ്ടിട്ട് നീ വളരെയധികം സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ യസുക്കി-ചാൻ പറയണ യെസ് സാർ, യു ആർ റൈറ്റ്. യെസ്, അതെ സാറേ, പറഞ്ഞത് വളരെയധികം ശരിയാണെന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യസുക്കി-ചാൻ പറയാണ് ടുഡേ ഈസ് എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ. ഐ ടു കുഡ് ക്ലൈംബ് എ ട്രീ. ദെൻ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ് വാട്ട്, ഹൗ വാസ് ഇറ്റ് പോസിബിൾ? എന്ത്? നിനക്കത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ യസുക്കി-ചാൻ പറയാണ് ടോട്ടോ-ചാൻ മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ ടു ക്ലൈംബ് ദ ട്രീ. എന്താണ്? ടോട്ടോ-ചാൻ എന്ന എൻ്റെ ഫ്രണ്ട് എന്നെ മരത്തിൽ കയറുന്നതിന് വേണ്ടി സഹായിച്ചു. ഹെഡ് മാസ്റ്റർ എന്താ പറയുക? ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്.
എന്താണ് അത് അപ്രീഷ്യബിൾ ആണ്, പക്ഷെ എന്താണ് നീ ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയാണല്ലേ. അപ്പോൾ യസുക്കി-ചാൻ പറയാണ് ഓക്കെ സാർ, ഇറ്റ്സ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ്. യസുക്കി-ചാൻ പറയാണ് ഓക്കെ സാർ, ഇതെൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അറ്റംപ്റ്റ് ആയിരിക്കുമെന്ന് പറയുകയാണ്. ഇതൊക്കെ ആയിരിക്കില്ലേ യസുക്കി-ചാനും ഹെഡ് മാസ്റ്ററും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.